രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒറ്റ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിന് സീറ്റുകൾ അധികം വേണം, കൂടുതൽ സീറ്റുകൾ വേണം. എങ്കിൽ മാത്രമേ ഗവൺമെൻറ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായ കോൺഗ്രസിനെ രാഷ്ട്രപതിക്ക് വിളിക്കാൻ കഴിയും. അപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടു കൂട്ടരും ജയിച്ചാലും രണ്ടു കൂട്ടരും BJPക്ക് എതിരാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട്. അതിന് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ആവേശത്തോടുകൂടി ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വരെ എത്തി ജനങ്ങളുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കുവാൻ വേണ്ടി ഓടി നടക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞു. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ ഒന്നോ രണ്ടോ വട്ടം പര്യടനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂട്ടിയും കിഴിച്ചും ഏതൊക്കെ വിധത്തിൽ തങ്ങൾക്ക് വോട്ട് നേടാനാവും എന്നുള്ള ചിന്തയിലാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ സ്ഥാനാർത്ഥികളും. 2024 ഏപ്രിലിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും അതിന്റെ അലയൊലികൾ കണ്ടിട്ടുണ്ട്. പ്രധാന സഖ്യം എന്ന് പറയുന്നത് കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുമാണ്. ഇന്ത്യയിലെ BJP ഒഴികെ മറ്റ് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഒരു പരിച്ഛേദം തന്നെയായിരിക്കും INDA എന്ന ഇന്ത്യ എന്ന് വായിക്കാൻ കഴിയുന്ന ഈ പ്രതിപക്ഷ മുന്നണി അഥവാ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി. കേരളത്തിൽ CPM-ഉം CPI-യുമെല്ലാം INDIA-യുടെ ഭാഗമായി നിൽക്കുന്നു. കേരളത്തിൽ വയനാട്ടിൽ INDIA-യുടെ പ്രധാന അമരക്കാരനായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. കഴിഞ്ഞ തവണയും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു. ഗംഭീര വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഇക്കുറിയും വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഇക്കുറി രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ എതിരിടുന്നത് CPI-യുടെ സ്ഥാനാർത്ഥിയായ ആനി രാജയാണ്. എന്നാൽ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയും ഇടതുപക്ഷത്തിന് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടില്ല. എന്നാൽ വയനാട്ടിൽ ആനി രാജയുടെ പ്രചരണത്തിന് വേണ്ടി മുഖ്യമന്ത്രി ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയത്തക്ക വിശേഷം. എന്നാൽ മറ്റൊരു പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്ന അവസരത്തിൽ കോൺഗ്രസും CPI-യും CPI-യും മുതലായ ഇടതുപക്ഷ കക്ഷികളെല്ലാവരും തന്നെ കേന്ദ്രത്തിലെ BJP ഭരണത്തെ എതിർക്കുന്ന ആളുകളാണ്. BJP-യെയും നരേന്ദ്രമോദിയെയും എതിർക്കുന്ന ആളുകൾ തന്നെയാണ്. കോൺഗ്രസ് INDIA എന്ന മുന്നണിയുടെ അമരത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസിന് പുറകിൽ അല്ലെങ്കിൽ കോൺഗ്രസിനോട് തോളുരുമി ഇടതുപക്ഷ കക്ഷികളെല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ തീർത്തും പുതിയ സമവാക്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷനിലാണ് കേരളത്തിലെ ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസ്കാരും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണോ ആനി രാജയ്ക്ക് വോട്ട് ചെയ്യണോ എന്നാണ് INDIA മുന്നണിയുടെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിഷയം. അല്ലെങ്കിൽ INDIA മുന്നണിയെ അംഗീകരിക്കുന്ന ഇടതുപക്ഷക്കാരുടെ ഏറ്റവും വലിയ തലവേദന. മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ഒരു ദിവസം പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നയിക്കുന്ന BJP സർക്കാർ ഇനിയും 5 വർഷം കൂടി തുടരുകയാണെങ്കിൽ ജനജീവിതം ദുസ്സഹമായി തീരും. അതിന് ബദലായി INDIA സഖ്യം മുന്നോട്ട് വരുമ്പോൾ രാഷ്ട്രപതിക്ക് പുതിയ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുവാൻ ഏറ്റവും വലിയ കക്ഷിയെ തന്നെ ക്ഷണിക്കേണ്ടതായി വരും. കോൺഗ്രസിന് ശക്തി പകരുവാൻ വേണ്ടി INDIA ഇതിനുവേണ്ടി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട്
കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അവർക്ക് കൂടുതൽ സീറ്റുകൾ ഉണ്ടാകുവാൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷക്കാർ അതിനുവേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കണം. അതിനാൽ കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചാലും, അതായത് ഇടതുപക്ഷം ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരായി BJPക്കെതിരായി നിലകൊള്ളേണ്ടവർ തന്നെയാണ്. എന്നാൽ കേന്ദ്രത്തിൽ ശക്തമായ ഒരു സർക്കാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ INDIAയുടെ അമരത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടേണ്ടതുണ്ട്, കോൺഗ്രസിന് സീറ്റുകൾ കിട്ടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ രാഷ്ട്രപതിക്ക് ഗവൺമെന്റ് രൂപീകരിക്കുവാൻ INDIAയുടെ മുന്നണിയായ കോൺഗ്രസിനെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇക്കുറി രാഹുൽ ഗാന്ധി രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് പിണറായി വിജയൻ ആ പ്രസംഗത്തിൽ പറഞ്ഞതും പറയാതെ പറഞ്ഞതും. അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടണം, കോൺഗ്രസിന് കൂടുതൽ വോട്ടുകൾ കിട്ടണം. എന്നാലേ കേന്ദ്രത്തിൽ BJPയെ എതിർത്ത് തോൽപ്പിക്കുവാൻ പറ്റൂ, കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഇത് ഏറെ വിചിത്രമായ വസ്തുതയായി തന്നെയാണ് ഇടതുപക്ഷക്കാരും കേരളത്തിലെ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളുമെല്ലാം കാണുന്നത്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ വന്നു നിന്നുകൊണ്ട്, അതായത് ഇടതുപക്ഷത്തെ കേരളത്തിൽ നയിക്കുന്ന ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് കേന്ദ്രത്തിൽ സുസ്ഥിരമായ ഒരു സർക്കാർ ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണം, രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണം എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ പിണറായി വിജയനാണ്, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. ഇതാണ് കേൾവിക്കാരിൽ, കേൾക്കുന്ന ആളുകളിൽ, സമ്മതിദായകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. അവർ മൂക്കിൽ വിരൽ വെച്ച് നിന്നുപോയത്. രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇനിയൊരു 5 വർഷം കൂടി ഇതേ ഗവൺമെന്റ് തുറന്നാൽ രാജ്യത്തിനത് വലിയ ആഘാതം സൃഷ്ടിക്കും. അതുകൊണ്ട് BJPയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നുകൂടാ എന്നതാണ് കേരളീയർ പൊതുവെ കണ്ടത്. അത് ശരിയുമാണ്. പക്ഷേ ആ ശരിയായ ധാരണയുടെ ഭാഗമായി വേറൊരു ചിന്ത നമ്മുടെ ശുദ്ധ മനസ്കരാണല്ലോ മലയാളികൾ. ആ ശുദ്ധ മനസ്സിൽ കടന്നു വന്നു. ഈ രാജ്യത്ത് BJPയെ മാറ്റി നിർത്തി സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുക കോൺഗ്രസ്സാണ്. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒറ്റ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിന് സീറ്റുകൾ അധികം വേണം, കൂടുതൽ സീറ്റുകൾ വേണം. എങ്കിൽ മാത്രമേ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായ കോൺഗ്രസിനെ രാഷ്ട്രപതിക്ക് വിളിക്കാൻ കഴിയും. അപ്പോൾ കേരളത്തിൽ നിന്ന് 2 കൂട്ടരും ജയിച്ചാലും 2 കൂട്ടരും BJPക്കെതിരാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട്. അതിന് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ.